കാറ്റത്ത് കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിനെയും കൂട്ടി അവിനാശ് എത്തുന്നത് തന്റെ വീട്ടിലേക്കാണ്. സുഭാഷിന്റെ വിവാഹം മുടങ്ങിയ കാര്യം അറിയിക്കുമ്പോൾ ചാന്ദിനിക്കും ആകെ വിഷമമാവുകയാ. അവിനാശ് സുഭാഷിനെ ചായ കൊണ്ടു കൊടുക്കാനായി പറയുമ്പോഴേക്കും ചാന്ദിനി അവനെ ചായ കൊണ്ടു കൊടുക്കുകയാ. തന്റെ വിഷമങ്ങളെല്ലാം സുഭാഷ് അവിനാശുമായി പങ്കുവയ്ക്കുന്നുണ്ട്. നടന്ന കാര്യമോർത്ത് തനിക്ക് വിഷമമൊന്നും ഇല്ലെന്നും വീട്ടുകാർ ഈ വിവാഹത്തെ എതിർത്തിട്ടും അവരെ കൂട്ടിക്കൊണ്ടുപോയി വിഷമിപ്പിച്ചത് താനാണെന്നും അക്കാര്യമോർത്താണ് തനിക്കിപ്പോ വിഷമമെന്നും ഹരീഷിന് വേണ്ടിയാണ് താൻ ഈ വിവാഹകാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും താൻ കാരണം വീട്ടിലുള്ളവരൊന്നും ബുദ്ധിമുട്ടാൻ പാടില്ലെന്നുമൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അവിനാശും അവനെ ആശ്വസിപ്പിക്കുകയാ. വർഷങ്ങളായി സുഭാഷിനെ തനിക്ക് പരിചയമുണ്ടെന്നും താനും ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണെന്നും നന്നായി അന്വേഷിച്ച് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണമെന്ന സുഭാഷ് ഏട്ടന്റെ അന്യന്മാരുടെ ആഗ്രഹത്തോട് താനും യോജിക്കുന്നുവെന്ന് അവിനാശും പറയുകയാ. അത് കേട്ട് സുഭാഷും വിഷമത്തോടെ തന്റെ ജീവിതത്തിൽ ഇനി വിവാഹയോഗമില്ലെന്നും എങ്ങനെങ്കിലും ഹരീഷിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവന്റെ കല്യാണം നടത്തണമെന്നും കല്യാണം നടക്കാതെ എത്രയോ പേർ നന്നായി ജീവിക്കുന്നില്ലേ, അവരെ പോലെ താനും ജീവിക്കുമെന്നും സുഭാഷ് വിഷമത്തോടെ പറയുകയാ. എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവിനാശും വിഷമത്തോടെ ചോദിക്കുകയാ. തന്നെ കുറിച്ച് എല്ലാം അവിനാശിന് അറിയുന്നതല്ലേ, ഇനി എങ്ങനെ കല്യാണം നടക്കാനാന്ന് സുഭാഷും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അവരെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ചാന്ദിനിയെ ഒന്ന് നോക്കി അവിനാശും ചോദിക്കുകയാ തന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാമോ എന്ന്. അത് കേൾക്കെ അമ്പരപ്പോടെ വിശ്വസിക്കാനാവാതെ അവിനാശിനെയും ചാന്ദിനിയെയും മാറി മാറി നോക്കുകയാണ് സുഭാഷും. നല്ലൊരു ജീവിതം കൊടുക്കാനാണ് താൻ ചാന്ദിനിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്നും സുഭാഷ് ഏട്ടനെ പോലെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്റെ പെങ്ങൾ നന്നായി ജീവിക്കുമെന്നും അവളെ കല്യാണം കഴിക്കാമോ എന്നും അവിനാശ് വീണ്ടും ചോദിക്കുക. എന്തൊക്കെയാ അവിനാശ് ഈ പറയുന്നതെന്ന് സുഭാഷും പരിഭ്രമത്തോടെ ചോദിക്കുകയാ. താൻ മുമ്പൊരിക്കലും ഇക്കാര്യം ചോദിച്ചതാണെന്നും അന്ന് സുഭാഷ് ഏട്ടൻ ഒഴിഞ്ഞു മാറിയെന്നും ചാന്ദിനി ഒരു നല്ല പെൺകുട്ടിയാണെന്നും അവളെ കല്യാണം കഴിച്ചാൽ തനിക്കും സന്തോഷമാവുമെന്നും നന്നായി ആലോചിച്ച് ഒരു തീരുമാനം അറിയിച്ചാൽ മതിയെന്നും അവിനാശ് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സുഭാഷിനെ നോക്കി നാണത്തോടെ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ചാന്ദിനിയും. ഒരു പതർച്ചയോടെ സുഭാഷ് ചാന്ദിനിയെ നോക്കുമ്പോഴേക്കും നാണത്തോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചാന്ദിനി അകത്തേക്ക് ഓടി പോവുകയാ. പിന്നീട് അവൾ നാണത്തോടെ വാതിലിന് പുറകിൽ മറഞ്ഞു നിന്ന് സുഭാഷിനെ പുഞ്ചിരിയോടെ നോക്കുകയാണ്. അവളുടെ ആ നിൽപ്പും നോട്ടവുമെല്ലാം കണ്ട് ചാന്ദിനിക്കും തന്നോട് ഇഷ്ടമുണ്ടെന്ന് സുഭാഷ് തിരിച്ചറിയുകയാണ്. അത് മനസ്സിലാക്കിയവൻ പുഞ്ചിരിയോടുകൂടി ചാന്ദിനിയെ നോക്കുമ്പോൾ അവളും പുഞ്ചിരിച്ച് നാണത്തോടെ സുഭാഷിനെ തന്നെ നോക്കി നിൽപ്പാ. ഇത് ശ്രദ്ധിക്കുന്ന അവിനാശിനും വളരെ സന്തോഷമാവുകയാ. പിന്നീട് രാത്രിയാകുമ്പോൾ സുഭാഷ് വളരെ സന്തോഷത്തോടു കൂടി തന്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അവന്റെ മനസ്സിൽ നിറയെ അവിനാശ് ചോദിച്ച ചോദ്യമായിരുന്നു തന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാമോ എന്ന്. അത് കേട്ട് ചാന്ദിനി നാണത്തോടു കൂടി പുഞ്ചിരിച്ച് അകത്തേക്ക് ഓടിപ്പോയതും ആദ്യമായി ചാന്ദിനിയെ കണ്ടതും പിന്നീട് ചാന്ദിനിയുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങളുമെല്ലാം സുഭാഷ് സന്തോഷത്തോടു കൂടി ഓർത്തെടുക്കുകയാണ്. ആ സമയത്ത് നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യാത്തതിനാൽ അവൾ വീണ്ടും വീണ്ടും അവനെ വിളിക്കുക. സഹികെട്ട് ഹരീഷും ആ കോൾ അറ്റൻഡ് ചെയ്ത് അവളെ വഴക്കു പറയുമ്പോഴേക്കും തന്നെ വഴക്കു പറയില്ലെന്ന് പറഞ്ഞ് നീതു കരയുന്നുണ്ട്. അവളോട് കോൾ വെക്കാനായി പറഞ്ഞ് ഹരീഷ് വീണ്ടും ആ കോൾ കട്ട് ചെയ്യുകയാണ്. വീണ്ടും അവൾ അവനെ വിളിച്ച് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എന്തിനാ വഴക്കു പറയുന്നതെന്നും ഹരീഷിനോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ താൻ വിളിക്കുന്നതെന്നും നീതു ചോദിക്കുകയാ. അവളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കോൾ കട്ട് ചെയ്തതെന്നും വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്തിനാണെന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. തന്റെ വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വെച്ചത് എന്തിനാണെന്നും അത് കേട്ട് അമ്മയും ചേട്ടനും തന്നെ വഴക്കു പറഞ്ഞ് കുറ്റപ്പെടുത്തിയെന്നും ഇതെല്ലാം ഫോണിലൂടെ വിളിച്ചോ ഷോപ്പിൽ വരുമ്പോഴോ പറഞ്ഞാൽ പോരായിരുന്നോ എന്നും നീതു ചോദിക്കുന്നുണ്ട്. നീതുവിന് എപ്പോഴും നീതുവിന്റെ പ്രശ്നമാണ് പ്രധാനമെന്നും അവൾ കാരണം സുഭാഷ് ഏട്ടൻ ഇപ്പോ വിഷമിക്കുകയാണെന്നും അതിന് കാരണക്കാരിയായ നീതുവിന്റെ വിഷമം തനിക്കൊരു പ്രശ്നമല്ലെന്നും ഹരീഷ് പറയുകയാ. നീതു തന്റെ വീട്ടിൽ താമസിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ഹരീഷാണ് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുമ്പോൾ ഹരീഷ് ദേഷ്യത്തോടു കൂടി കോൾ കട്ട് ചെയ്യുകയാണ്. നീതു വീണ്ടും അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാത്രിയായിട്ടും വീട്ടിലെത്താത്ത സുഭാഷ് ഏട്ടനെ ഓർത്ത് ടെൻഷനോടെ നടക്കുകയാണ് നികേഷ്. സുധീഷ് വന്ന് കാര്യം തിരക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് അവൻ ടെൻഷനോട് കൂടി പറയുകയാണ്. അങ്ങോട്ട് വന്ന നിധിയും വന്നയുടനെ സുഭാഷ് ഏട്ടനെ എല്ലാവരും കൂടി ചോദ്യം ചെയ്തെന്നും അത് സുഭാഷ് ഏട്ടനെ വിഷമമായി കാണുമെന്നും സുഭാഷ് ഏട്ടൻ തിരിച്ചു വന്നാലുടൻ ആരും അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുതെന്നും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ അടുത്ത കാലത്തായി നല്ലതൊന്നും സംഭവിക്കുന്നില്ലെന്നും സുഭാഷ് ഏട്ടന് നല്ല വിഷമമായി കാണുമെന്നും നികേഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ പഴയതുപോലെയാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നും എല്ലാവരും കൂടെ നിന്ന് സുഭാഷ് ഏട്ടനെ നോർമലാക്കണമെന്നും സുഭാഷ് ഏട്ടൻ ഇഷ്ടപ്പെട്ടല്ല ആ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്നും അക്കാര്യം പറഞ്ഞ് സുഭാഷ് ഏട്ടനെ ഇനി ആരും കുറ്റപ്പെടുത്തരുതെന്നും സുഭാഷ് ഏട്ടനെ സന്തോഷമാകുന്ന രീതിയിൽ സംസാരിക്കണമെന്നും അത് സുഭാഷ് ഏട്ടനെ നോർമലാക്കുമെന്നും നിധിയും പറയുകയാണ്. ആ സമയത്താണ് വളരെ സന്തോഷത്തോടു കൂടി സുഭാഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. സുഭാഷ് ഏട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുകയാണ്. സുധീഷ് ഏട്ടനെ പോലെയല്ല സുഭാഷ് ഏട്ടൻ, അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഹരീഷും പറയുകയാണ്. അവർ തമ്മിൽ വഴക്കിടാൻ തുടങ്ങുമ്പോഴേക്കും നിധി അവരെ വഴക്കു പറയുന്നുണ്ട്. അവരോട് കുശലാന്വേഷണം നടത്തി സുഭാഷ്
പുഞ്ചിരിയോടുകൂടി ചാന്ദിനിയെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുക. സുധീഷ് സംശയത്തോടെ കാര്യം അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചില്ലെന്നറിഞ്ഞ് അവര് വഴക്കു പറഞ്ഞ് നിധിയോട് ഫുഡ് എടുത്ത് വെക്കാനായി പറഞ്ഞ് സുഭാഷ് ഡ്രസ്സ് മാറാനായി പോവുകയാണ്. എല്ലാവരും ചേർന്ന് ഭക്ഷണം എടുത്ത് വെക്കുമ്പോഴേക്കും സന്തോഷത്തോടു കൂടി അവിടേക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷ്. എല്ലാവരും സുഭാഷിനെ സംശയത്തോടെ നോക്കിയിരിക്കെ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും സുഭാഷിനെ തന്നെ സംശയത്തോടെ നോക്കിയിരിക്കുന്നത് കണ്ട് അവരോട് ഭക്ഷണം കഴിക്കാനായി പറഞ്ഞ് സുധീഷ് വീണ്ടും പുഞ്ചിരിയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. അവൻ ചാന്ദിനിയെ ഓർത്ത് പുഞ്ചിരിയോടുകൂടി ആലോചനയോടെ ഇരിക്കുന്ന കണ്ട് സുഭാഷ് ഏട്ടാന്ന് സുധീഷ് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അത് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും ഉറക്കെ സുധീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കേ ഒരു ഞെട്ടലോടെ വിളി കേൾക്കുകയാണ് സുഭാഷും. സുഭാഷേട്ടൻ ഓക്കെയല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കേ താൻ ഓക്കെയാണെന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും സുഭാഷേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നികേഷ് ചോദിക്കേ തനിക്കൊരു വിഷമവും ഇല്ലെന്നും നടക്കേണ്ടതെല്ലാം നടന്നിരിക്കുമെന്നും നമ്മൾ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലെന്നും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും നല്ലത് നമുക്ക് കിട്ടുമെന്നും നമുക്കുള്ളത് നമുക്ക് തന്നെ വന്നു ചേരുമെന്നും നടന്നതോർത്ത് വിഷമിക്കാതെ എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കെന്നും സുഭാഷേട്ടൻ പറയുകയാ. പുറത്തേക്ക് പോയ സുഭാഷേട്ടൻ എന്താ ഇത്ര വൈകിയതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ താൻ അവിനാശിന്റെ വീട്ടിൽ പോയതായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ഓർത്ത് പുഞ്ചിരിയോടെ ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷ്. സംശയത്തോടെ നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം സുഭാഷേട്ടനെ തന്നെ ശ്രദ്ധിക്കുകയാ. പിന്നീട് പാട്ടും കേട്ട് ഉമ്രത്തെ കട്ടിലിരിക്കുന്ന അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നറിഞ്ഞ് അകത്തേക്ക് പോയി അച്ഛനുള്ള ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ് സുഭാഷ് ഉമ്മറത്തെ പടിക്കെട്ടിൽ ആലോചനയുടെ ഇരിക്കുന്ന കണ്ട് വിവാഹം മുടങ്ങിയതോർത്തുള്ള വിഷമത്തോടെ ഇരിക്കുകയാണെന്ന് കരുതി അച്ഛൻ അവനെ ആശ്വസിപ്പിക്കുകയാ. ദൈവം ഒരു കാര്യം ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു കാര്യം ജീവിതത്തിൽ നടത്താൻ പോകുന്നു എന്നാണ് അർത്ഥമെന്ന് മനസ്സിലാക്കാനായി അച്ഛൻ പറയുകയാ. സുഭാഷും പുഞ്ചിരിയോടുകൂടി അത് സമ്മതിക്കുകയാ. ആ കുടുംബം ശരിയല്ലെന്ന് താൻ നേരത്തെ പറഞ്ഞതാണെന്നും സ്വന്തം ഇഷ്ടത്തിന് എല്ലാം അങ്ങ് തീരുമാനിച്ചതല്ലേ എന്നും അച്ഛൻ വീണ്ടും സുഭാഷിനെ കുറ്റപ്പെടുത്തുകയാ. അച്ഛൻ പറഞ്ഞതായിരുന്നു ശരിയെന്നും താൻ അത് മനസ്സിലാക്കിയില്ലെന്നും സുഭാഷും സമ്മതിക്കുകയാ. അച്ഛൻ വീണ്ടും മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഫുഡ് എടുത്ത് കഴിക്കാത്തതിനെ സുഭാഷ് കുറ്റപ്പെടുത്തുന്നുണ്ട്. മദ്യമാണ് തന്റെ ഭക്ഷണമെന്നും മറ്റേത് സൈഡ് ഡിഷ് ആണെന്നും അച്ഛനും പറയുകയാ. സുഭാഷ് വീണ്ടും പുഞ്ചിരിയോടെ ഇരിക്കുമ്പോൾ അവനെയും മദ്യം കുടിക്കാനായി ക്ഷണിക്കുന്നുണ്ട് അച്ഛൻ. തനിക്കിതൊന്നും ശീലമില്ലെന്ന് അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ കുടിച്ചാൽ വിഷമമെല്ലാം മാറി നന്നായി ഉറങ്ങാൻ പറ്റുമെന്ന് അച്ഛൻ അവനോട് പറയുന്നുണ്ട്. തനിക്കിപ്പോൾ തന്നെ നല്ല ക്ഷീണം തോന്നുന്നുവെന്നും കിടന്നാൽ അപ്പോൾ തന്നെ ഉറങ്ങുമെന്നും സുഭാഷും പറയുകയാണ്. സുഭാഷ് വീണ്ടും തന്നെ നാണത്തോടെ നോക്കി പുഞ്ചിരിയോടെ നിന്ന ചാന്ദിനിയെ ഓർക്കുകയാണ്. പുഞ്ചിരിയോടെ ഇരിക്കുന്ന സുഭാഷിനെ ശ്രദ്ധിക്കുന്ന അച്ഛനും മനസ്സിൽ പറയുന്നുണ്ട്, ഇവനെന്താ തനിച്ചിരുന്ന് ചിരിക്കുന്നത്, ഭ്രാന്തായോ, നടന്നതെല്ലാം മറന്നുപോയോ എന്നൊക്കെ. അന്യന്മാരോട് പറഞ്ഞ് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാമെന്ന് അച്ഛൻ പറയുമ്പോൾ സുഭാഷ് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാ. ഭ്രാന്ത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് അവനെ വീണ്ടും കുടിക്കാനായി നിർബന്ധിക്കുകയാ അച്ഛൻ. താൻ ഇവിടെ ഇരുന്നാൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും അച്ഛൻ കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കെന്നും പറഞ്ഞ് സുഭാഷ് ഉറങ്ങാനായി പോവുകയാ. അവിടെ റൂമിൽ വീട്ടിലെത്തിയ സുഭാഷേട്ടന്റെ സന്തോഷത്തിന്റെ കാരണം മനസ്സിലാവാതെ അസ്വസ്ഥതയോടെ നടക്കുകയാണ് നിധി. അവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ച് ഹാളിലേക്ക് വന്ന് അവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സുധീഷിനോട് തന്റെ റൂമിലേക്ക് വരാനായി പറയുകയാ. അവൾ റൂമിലേക്ക് വിളിച്ചത് കണ്ട് വിശ്വസിക്കാനാവാതെ സന്തോഷത്തോടുകൂടി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി പെർഫ്യൂം എല്ലാം അടിച്ച് ഇങ്ങനെയൊരു ദിവസം വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഒരുങ്ങുകയാണ് സുധീഷ്. അവനെ കാണാഞ്ഞ് നിധി ഇറങ്ങി വരുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന സുധീഷിനെ കാണുകയാ. എന്താ ചെയ്യുന്നേ, പെട്ടെന്ന് വായെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവുകയാ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി ഇങ്ങനെയൊരു ദിവസം വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. നിന്റെ നല്ല സമയം തുടങ്ങിയിടാ സുധീഷേ എന്നൊക്കെ പറഞ്ഞ ആവേശത്തോടെ നിധിയുടെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് കയറുന്ന അവനോടായി അവൾ ഡോർ അടയ്ക്കാൻ പറയുമ്പോഴേക്കും വിശ്വസിക്കാനാവാതെ അതൊന്നുകൂടി അവളെ കൊണ്ട് പറയിച്ച് അവൻ സന്തോഷത്തോടുകൂടി ഡോർ അടയ്ക്കുകയാ. അവൻ പുഞ്ചിരിയോടുകൂടി നിധിയുടെ അരിയിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മളിവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും പുറത്തേക്ക് കേൾക്കില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞവൻ ആവേശത്തോടെ നിധിയുടെ അരിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ പിന്നോക്കം മാറുകയാ. സുധീഷ് എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് അവൾ ദേഷ്യത്തോടെ ചോദിക്കേ. നിധി വിളിച്ചിട്ടല്ലേ ഞാൻ വന്നതെന്ന് സുധീഷും അകത്തേക്ക് കയറി വരാനല്ലേ പറഞ്ഞോളൂ, അല്ലാതെ അടുത്തേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഡോർ അടയ്ക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് സുധീഷ് ചോദിക്കേ. സംസാരിക്കുന്നത് പുറത്തു കേൾക്കാതിരിക്കാൻ വേണ്ടിയാ ഡോർ അടയ്ക്കാൻ പറഞ്ഞതെന്ന് നിധിയും പറയുകയാ. എന്നാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ ബെഡിലേക്ക് ഇരിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെയുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ്. നിധിയുടെ റൂമിലേക്ക് കയറിയാൽ പോലും ബഹളമുണ്ടാക്കുന്ന നിധി ഇപ്പോൾ എന്തിനാ തന്നെ അകത്തേക്ക് വിളിച്ചതെന്ന് സുധീഷ് ചോദിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് നിധി പറയുമ്പോൾ തനിക്ക് നാണം കൊണ്ട് എന്ത് സംസാരിക്കണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ലെന്നും
താൻ നെർവസ് ആയി പോവുകയാണെന്നും സുധീഷും പറയുന്നു. സുധീഷ് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നും താൻ സുഭാഷ് ഏട്ടനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചതെന്നും നിധിയും പറയുകയും വിവാഹം മുടങ്ങിയതിന്റെ ടെൻഷനൊന്നും സുഭാഷ് ഏട്ടന്റെ മുഖത്തില്ലെന്നും സാധാരണ പോലെ ചിരിക്കുന്നതും വർത്തമാനം പറയുന്നതുമെല്ലാം കണ്ട് തനിക്കെന്തോ പേടി തോന്നുന്നുവെന്നും സുഭാഷ് ഏട്ടനെ രാത്രി നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നും രാത്രി മുഴുവൻ ഉറങ്ങാതെ സുഭാഷ് ഏട്ടനെ നോക്കണമെന്നും വീട് പൂട്ടി താക്കോൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണമെന്നും മുൻപ് ഇതുപോലെ സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോയ കാര്യം ഓർമ്മിപ്പിച്ച് തെറ്റായി ഒന്നും സംഭവിക്കരുതെന്നും നിശ്ചയം മുടങ്ങിയിട്ടും വളരെ സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ടും സുഭാഷ് ഏട്ടൻ പെരുമാറുന്നത് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോന്ന് സംശയമുണ്ടെന്നും അതുകൊണ്ട് സുഭാഷ് ഏട്ടനെ കാര്യമായി ശ്രദ്ധിക്കണമെന്നും നിധി സുധീഷിനെ ഓർമ്മിപ്പിക്കുകയാ. സുധീഷ് അതെല്ലാം സമ്മതിക്കുന്നുണ്ടെങ്കിലും തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നതിന്റെ നിരാശയിൽ ആലോചനയോടെ അവൻ ആ റൂമിൽ തന്നെ നിൽക്കുന്നത് കണ്ട് നിധി അവനോട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാനായി ആവശ്യപ്പെടുകയാ. സുഭാഷ് ഏട്ടൻ വീണ്ടും വീട് വിട്ടു പോകുമോ എന്ന ഭയത്താൽ സുധീഷും ഹരീഷും നികേഷും ഒരു പ്രത്യേക സിസ്റ്റം നടപ്പിലാക്കുകയാ. രാത്രി മുഴുവൻ സുഭാഷ് ഏട്ടനെ ശ്രദ്ധിക്കാൻ 3 പേരും കൂടി തീരുമാനിച്ചു. ഒരാൾ 2.5 മണിക്കൂർ വീതം കാവലിരിക്കാനും ബാക്കിയുള്ളവർക്ക് ആ സമയം ഉറങ്ങാനും സൗകര്യമൊരുക്കി. തന്റെ സഹോദരന്മാരായ സുധീഷിനെയും നികേഷിനെയും മാത്രം വിശ്വസിച്ചുറങ്ങിയാൽ സുഭാഷ് ഏട്ടൻ പുറത്തു പോയേക്കുമെന്ന് ഹരീഷിന് പേടിയുണ്ടായിരുന്നു. സുഭാഷ് ഏട്ടനെ ഒരിക്കലും വീട് വിട്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് ഹരീഷ് തലേണയും പുതപ്പുമായി മുൻവശത്തെ വാതിലിനരികിൽ കിടക്കുകയാ. പക്ഷേ രാത്രിയിൽ ശാരീരികമായ ക്ഷീണം കാരണം ഹരീഷും സുധീഷും നികേഷും എല്ലാവരും ഉറങ്ങിപ്പോവുകയാ. രാവിലെ സുഭാഷ് ഉറക്കമുണർന്നു നോക്കുമ്പോൾ ഹരീഷിനെ കാണുന്നില്ല. അവനെ തിരഞ്ഞു പോകുന്ന സുഭാഷ് മുൻവശത്തെ വാതിലിൽ ചവിട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഹരീഷിനെ കാണുകയാണ്. അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് ഉറക്കമുണർന്ന നികേഷ് സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ് സുധീഷിനെ വിളിച്ച് ബഹളം വെക്കുകയാ. സുധീഷും ഞെട്ടിയുണർന്ന് ബഹളം വെക്കുമ്പോഴേക്കും ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സുഭാഷും താൻ ഇവിടെയുണ്ടെന്ന് പറയുന്നത് കേൾക്കെ അവർക്ക് ആശ്വാസമാവുകയാ. സുഭാഷും വാതിലിനരികിൽ ഉറങ്ങിക്കിടക്കുന്ന ഹരീഷിനെ വിളിച്ചുണർത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടനെ അരികിൽ കണ്ട് ഹരീഷിനും ആശ്വാസമാവുകയാ. അവൻ ഡോറിനരികിൽ കിടന്നത് എന്തിനാണെന്ന് സുധീഷ് ചോദിക്കെ നികേഷും സുധീഷും കൂർക്കം വലിച്ചുറങ്ങിയെന്നും തനിക്കും ഉറക്കം വന്നെന്നും സുഭാഷ് ഏട്ടൻ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഡോറിനടുത്ത് ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങിയതാണെന്നും ഹരീഷും പറയുന്നുണ്ട്. അവരുടെ സംസാരം ശ്രദ്ധിച്ച് സുഭാഷ് കാര്യമെന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും നികേഷ് അത് പറയാനായി വരുന്നുണ്ടെങ്കിലും സുധീഷും ഹരീഷും അവനെ തടയുകയാ. സുഭാഷ് ഏട്ടൻ അവരെ വഴക്കു പറഞ്ഞ് നികേഷിനെ വീണ്ടും കാര്യം എന്താണെന്ന് പറയാനായി നിർബന്ധിക്കുമ്പോൾ അവർ സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോകുമോ എന്ന പേടിയിൽ സുഭാഷ് ഏട്ടനു വേണ്ടി രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്ന കാര്യമെല്ലാം വിവരിക്കുന്നുണ്ട്. അത് കേട്ട് സുഭാഷും താൻ സന്തോഷമായാണ് ഇരിക്കുന്നതെന്നും താൻ ഇനി വീട് വിട്ടു പോവില്ലെന്നും അവർക്ക് വാക്കു നൽകുകയാണ്. പിന്നീട് ജയന്തിയുമായുള്ള വിവാഹം നിശ്ചയം മുടങ്ങിപ്പോയിട്ടും സുഭാഷ് ഏട്ടൻ എന്തിനാണ് ഇത്രയേറെ സന്തോഷിക്കുന്നതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. അവൻ അവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ എന്നുവരെ അവർ സംശയിക്കുകയാണ്. വിഷമത്തോടെ ഇരിക്കേണ്ട അവസ്ഥയിലും സുഭാഷ് ഏട്ടൻ എങ്ങനെ നോർമലായി എന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അവരതിനെക്കുറിച്ച് തലപുകഞ്ഞാലോചിക്കുകയാ. അവർ വീണ്ടും തലേദിവസത്തെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. ജയന്തിയുടെ വീട്ടിലേക്ക് വിവാഹ നിശ്ചയത്തിനായി പോയതും വിവാഹം നടക്കില്ലെന്നറിഞ്ഞ് എല്ലാവരും വിഷമത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നതും വീട്ടിലെത്തി എല്ലാവരും സുഭാഷിനെ കുറ്റപ്പെടുത്തുന്നതും വിഷമത്തോടെ ഇരിക്കുന്ന സുഭാഷ് ഏട്ടൻ അവിനാശിന്റെ കൂടെ പുറത്തു പോയതും തിരിച്ചു വന്ന സുഭാഷ് സന്തോഷവാനായി കാണപ്പെട്ടതുമെല്ലാം അവർ ഓർക്കുകയാ. അവിനാശിന്റെ കൂടെ പുറത്തുപോയി വന്നതിന് ശേഷമാണ് സുഭാഷ് ഏട്ടന്റെ ഈ മാറ്റമെന്ന് മനസ്സിലാക്കിയ സുഭാഷിന്റെ മാറ്റത്തിനു പിന്നിലെ കാരണം തേടി സുധീഷ് അവിനാശിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോവുകയാ. വിഷമത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സുഭാഷ് ഏട്ടൻ തിരികെ വന്നത് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണെന്നും ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലെന്നും സുധീഷ് പറയുന്നത് കേൾക്കെ ചാന്ദിനിയും നാണത്തോടെ പുഞ്ചിരിക്കുകയാ. സുഭാഷ് സന്തോഷവാനാണെന്നറിഞ്ഞ് അവിനാശിനും സന്തോഷമാവുകയാ. സുഭാഷ് ഏട്ടനെ കള്ളു കുടിപ്പിച്ചോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും കുടിച്ചില്ലെന്നായിരുന്നു അവിനാശിന്റെ മറുപടി. ചാന്ദിനി അപ്പോഴും പതിവിൽ കൂടുതൽ നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽപ്പാ. സുഭാഷ് ഏട്ടനും ചാന്ദിനിക്കും ഒരുപോലെ സന്തോഷവും പുഞ്ചിരിയുമാണല്ലോ. എന്താ കാരണമെന്ന് സുധീഷ് ചോദിക്കെ നടന്ന കാര്യങ്ങളെല്ലാം അവിനാശ് സുധീഷിനോട് പറയുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് സന്തോഷത്തോടെ സുഭാഷ് ഏട്ടന്റെ മറുപടി എന്തായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ടുപോയി, പക്ഷേ വേണ്ട എന്നും പറഞ്ഞില്ല എന്ന് അവിനാശ് പറയുന്നത് കേൾക്കെ സുഭാഷ് ഏട്ടന്റെ സന്തോഷത്തിന്റെ കാരണം പിടികിട്ടിയ സന്തോഷത്തിലായിരുന്നു സുധീഷും. ചാന്ദിനി അവന് കോഫി കൊണ്ടു കൊടുക്കുമ്പോഴേക്കും ചാന്ദിനി ഒന്ന് നോക്കി സന്തോഷത്തോടുകൂടി ഇതാണ് ഞങ്ങളുടെ ഏട്ടത്തിയെന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്. സുഭാഷ് ഏട്ടന്റെ സന്തോഷത്തിന്റെ കാരണം അറിഞ്ഞ സുധീഷ് വളരെയധികം സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് എത്തുകയാണ്. പുറത്തേക്ക് പോവാൻ തുടങ്ങിയ അച്ഛനെയും പിടിച്ചു നിർത്തിയവൻ സുഭാഷ് ഏട്ടന്റെ സന്തോഷത്തിന്റെ കാരണം പറയാനായി തുടങ്ങുകയാ. അവൻ ആദ്യം സന്തോഷം അടക്കാൻ കഴിയാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും വട്ടം ചുറ്റിച്ച് സസ്പെൻസ് ഇടുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ എല്ലാവരോടും ആ സത്യം വെളിപ്പെടുത്തുകയാണ്.
അവിനാശ് ചാന്ദിനിയെ സുഭാഷ് ഏട്ടന് വേണ്ടി പ്രപ്പോസ് ചെയ്ത കാര്യം അറിഞ്ഞ് എല്ലാവർക്കും സന്തോഷമാവുകയാ. അങ്ങോട്ട് വന്ന സുഭാഷ് ഏട്ടനോടും അവർ അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അവിടെ നടന്നത് എന്താണെന്ന് അവർ സുഭാഷ് ഏട്ടനോട് ചോദിക്കുമ്പോൾ അവിനാശ് എന്തോ പറഞ്ഞതാ എന്ന് പറഞ്ഞ് സുഭാഷ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വീണ്ടും അവനെ പറയാനായി നിർബന്ധിക്കുകയാ. താൻ പറയാമെന്ന് പറഞ്ഞ് അവൻ പറയാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് നാണത്തോടെ അവിടുന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുക. ഹരീഷും നികേഷും സുധീഷുമെല്ലാം സുഭാഷ് ഏട്ടനെ പിടിച്ചു നിർത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നാണത്തോടെ അവരുടെ എല്ലാം കൈ തട്ടിമാറ്റി സുഭാഷ് മുറ്റത്തേക്ക് ഇറങ്ങിയോടി സൈക്കിളും എടുത്തവിടുന്ന് പോവുകയാ. മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന സുധീഷും നികേഷും ഹരീഷും നിധിയുമെല്ലാം ഹിന്ദിയിൽ ഓരോന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ കളിയാക്കുന്നുണ്ട്. പിറ്റേ ദിവസം സുഭാഷിന്റെ പണിസൈറ്റിലേക്ക് ഫുഡുമായി എത്തുകയാ ചാന്ദിനി. അവളെ കണ്ട് വെയിലിൽ നടന്നാണോ വന്നത്? കുട എടുത്തുകൂടായിരുന്നു? നാളെ മുതൽ കുടയുമായി വന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവളെ ഉപദേശിക്കുകയാ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും വലിയ വെയിലും ചൂടുമാ. ഇവിടെ ചൂട് കുറവാണെന്ന് പറഞ്ഞ് അവിനാശ് അവനെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുകയാ. സുഭാഷും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുമ്പോഴേക്കും താൻ കൊണ്ടുവന്ന ഫുഡ് എടുക്കാനായി തുടങ്ങുന്ന സുഭാഷിനോട് അവനുള്ള ഫുഡ് കൂടി താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചാന്ദിനി പറയുന്നുണ്ട്. പിന്നീട് അവൾ അവിനാശിനും സുഭാഷിനും ഫുഡ് വിളമ്പി കൊടുക്കുമ്പോഴേക്കും ആ ഫുഡ് കഴിച്ച് നന്നായിട്ടുണ്ടെന്ന് സുഭാഷും ഹിന്ദിയിൽ അവളെ അഭിനന്ദിക്കുകയാ. ചാന്ദിനിയും സന്തോഷത്തോടു കൂടി സുഭാഷ് ഫുഡ് കഴിക്കുന്നത് നോക്കി ഇരിക്കുക. അവിനാശിന് നാട്ടിൽ നിന്നൊരു കോൾ വരുമ്പോഴേക്കും അത്യാവശ്യമുള്ളൊരു കോളാണെന്ന് പറഞ്ഞ് അവിനാശ് തന്റെ ഫുഡും എടുത്ത് അവിടുന്ന് പോവുകയാ. പിന്നീട് ചാന്ദിനിയും സുഭാഷും ഒത്തുള്ള പ്രണയ നിമിഷങ്ങളാണ്. ചാന്ദിനി കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കെ ഇല്ലെന്ന് അവളെ വഴക്കു പറഞ്ഞ് സുഭാഷ് തന്റെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം എടുത്ത് ചാന്ദിനിക്ക് കൊടുക്കുകയാണ്. ചാന്ദിനിയും വളരെ സന്തോഷത്തോടു കൂടി അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അവളുടെ ഫുഡ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് അവളെ അഭിനന്ദിക്കുമ്പോൾ ചാന്ദിനി വീണ്ടും സന്തോഷത്തോടുകൂടി അവന് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. അതുകൊണ്ട് സുഭാഷും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ദിവസവും ഇങ്ങനെ ഫുഡ് കൊണ്ടുവരേണ്ടെന്നും താൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ടെന്നും പറയുകയാ. ഇനി മുതൽ സുഭാഷ് വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടെന്നും സുഭാഷിനുള്ളതുകൂടി താൻ കൊണ്ടുവരാമെന്നും ചാന്ദിനിയും പറയുന്നുണ്ട്. അത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ തന്റെ വളകൾ കാണിച്ചുകൊണ്ട് ചാന്ദിനി ഹിന്ദിയിൽ വള എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാ. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ തനിക്ക് വള വാങ്ങി തരാമോ എന്നവൾ ഹിന്ദിയിൽ ചോദിക്കുന്നുണ്ട്. കുപ്പി വളകളാണോ ഇഷ്ടമെന്ന് ചോദിച്ച് അവൻ ചാന്ദിനിയുടെ കയ്യിൽ പിടിച്ചു നോക്കി. ഇതുപോലത്തെ കുപ്പി വളകൾ വാങ്ങി തന്നാ മതിയോ? ഞാൻ വാങ്ങിത്തരാമെന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ അവൾക്കും സന്തോഷമാവുകയാ. ചാന്ദിനിയോട് വീണ്ടും അവൻ ഭക്ഷണം കഴിക്കാനായി പറയുമ്പോഴേക്കും താൻ കഴിച്ചല്ലോ എന്ന് ചാന്ദിനിയും. സുഭാഷിന്റെ പ്ലേറ്റിൽ നിന്ന് നേരത്തെ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യമാണ് ചാന്ദിനി പറയുന്നത്. അതെങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞ് സുഭാഷ് ഒരു പ്ലേറ്റ് എടുത്ത് അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ചാന്ദിനി അവനെ പ്രണയത്തോടെ നോക്കിയിരിക്കുകയാ. ചാന്ദിനി ഭക്ഷണം കഴിച്ചാലേ താൻ വള വാങ്ങിത്തരൂ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ പുഞ്ചിരിയോടെ അവൾ ഭക്ഷണം കഴിക്കുകയാ. പിറ്റേ ദിവസം താൻ വിളിച്ചിട്ടും കോൾ എടുക്കാത്തതിനെ തുടർന്ന് നീതു ഹരീഷിന്റെ ഷോപ്പിലേക്ക് ചെന്ന് അവനോട് വഴക്കിടുകയാണ്. താൻ കോൾ എടുത്താലും എടുത്തില്ലെങ്കിലും അവൾ വഴക്കിടുമെന്നും അവൾക്ക് വഴക്കിടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്നും ഹരീഷും പറയുന്നുണ്ട്. തന്നെ സെൽഫിഷ് എന്ന് വിളിച്ചാൽ ദേഷ്യം വരില്ലേ എന്നും തന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വിവാഹകാര്യവും പറഞ്ഞ് വീട്ടുകാർ നിരന്തരം ടോർച്ചർ ചെയ്യുകയാണെന്നും അതുകൊണ്ടാണ് റോഡിൽ വെച്ച് കണ്ട സമയത്ത് സുഭാഷ് ഏട്ടനെ തന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിയതെന്നും അതിലെന്താ തെറ്റെന്നും നീതു ചോദിക്കുന്നുണ്ട്. അവൾ പറഞ്ഞത് കേട്ട് ഹർട്ടായതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിക്കാതെയും ചിന്തിക്കാതെയുമാണ് സുഭാഷ് ഏട്ടൻ അങ്ങനൊരു കല്യാണത്തിന് തീരുമാനിച്ചതെന്നും അതിനവൾ തന്നെയാണ് തെറ്റുകാരിയെന്നും ഹരീഷ് കുറ്റപ്പെടുത്തുന്നുണ്ട്. സുഭാഷ് ഏട്ടനോട് താൻ ഏതെങ്കിലും പെണ്ണിനെ പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലെന്നും സുഭാഷ് ഏട്ടൻ അറിവില്ലാതെ എടുത്തു ചാടിയതാണെന്നും അതിന് താൻ കാരണക്കാരിയാകുന്നത് എങ്ങനെയെന്നും നീതു വീണ്ടും ചോദിക്കുക. സുഭാഷ് ഏട്ടനെ വിവരമില്ലാത്തവനെന്ന് പറഞ്ഞത് നീതുവിനെ ദേഷ്യം പിടിപ്പിക്കുകയാ. അക്കാര്യത്തിൽ അവൾ വിഷമത്തോടെ സോറി പറയുന്നുണ്ടെങ്കിലും ഹരീഷ് വീണ്ടും അവളെ വഴക്കു പറയുകയാ. ഹരീഷിനെപ്പോഴും വീട് ചേട്ടന്മാർ എന്നൊരു ചിന്തയുള്ളൂ എന്നും തന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലെന്നും നീതു പറയുന്നുണ്ട്. തനിക്ക് അവളുടെ അവസ്ഥയോർത്ത് ഒരു ടെൻഷനും ഇല്ലെന്നും എല്ലാം അവളുടെ ഇഷ്ടത്തിനെടുത്ത തീരുമാനമല്ലേ എന്നും ചോദിച്ച് ഹരീഷ് വീണ്ടും അവളെ കുറ്റപ്പെടുത്തുമ്പോൾ അവനോട് ദേഷ്യപ്പെട്ട് നീതു ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ നിധിയെ ദേഷ്യം പിടിപ്പിക്കാനായി നിധിയുടെയും നികേഷിന്റെയും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് ഗായത്രിയെ കാണാനായി പോവുകയാണ് സുധീഷ്. അവരോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ സ്കൂട്ടർ എടുക്കാത്തത് എന്താണെന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്. വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ തനിക്ക് പേടിയാണെന്നും കുറച്ചുകൂടി പ്രാക്ടീസ് ആയിട്ട് എടുക്കാമെന്നും ഇത്രയും ദൂരം വെയിലിൽ വണ്ടി ഓടിക്കുന്നത് കഷ്ടമാണെന്നും നിധി പറയുകയാണ്. അത് നിധിക്ക് എപ്പോഴും കാറിൽ യാത്ര ചെയ്ത് ശീലമുള്ളത് കൊണ്ടാണെന്നും നിധിക്ക് വേണ്ടി താനൊരു കാർ വാങ്ങിയാലോ എന്നും സുധീഷ് ചോദിക്കുകയാണ്. തനിക്ക് തോന്നുമ്പോൾ താൻ വാങ്ങിക്കൊള്ളാമെന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നീട് അവൻ നികേഷിനോട് സുഭാഷ് ഏട്ടനും ചാന്ദിനിയുമായുള്ള കല്യാണ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാ. അങ്ങനെ അവർ അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ എത്തുകയാ. അവിടെ സുധീഷിനെ കാത്ത് ഗായത്രി നിൽപ്പുണ്ടായിരുന്നു. അവൻ നിധിയെ ദേഷ്യം പിടിപ്പിക്കാനായി സന്തോഷത്തോടുകൂടി നിധിയോടും നികേഷിനോടും യാത്ര പറഞ്ഞ് ഗായത്രിയോട് ചെന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നുണ്ട്.
ഇടയ്ക്കവൻ നിധിയെ ശ്രദ്ധിക്കുമ്പോൾ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്ന നിധിയാണ് കാണുന്നത്. അത് ശ്രദ്ധിച്ചവൻ പുഞ്ചിരിയോടെ ഗായത്രിയോട് വീണ്ടും കൂടുതൽ അടുത്ത് സംസാരിക്കുകയാണ്. അവരുടെ സംസാരം ശ്രദ്ധിച്ച നികേഷം കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം സംസാരിക്കുന്ന സുധീഷേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം ഏടത്തിയെന്ന് പറയുകയാണ്. ഓഫീസിൽ നിധി താൻ ചെയ്ത ഒരു പ്രൊജക്ടിന്റെ ഡിസൈൻ ദിവ്യയെ കാണിക്കുകയാണ്. അങ്ങോട്ട് വരുന്ന സിദ്ധാർത്ഥം അത് ശ്രദ്ധിക്കുന്നുണ്ട്. ദിവ്യ അത് നോക്കി സൂപ്പറാണെന്ന് പറയുമ്പോഴാണ് അവര് ശ്രദ്ധിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണുന്നത്. ദിവ്യയും നിധിയും ഹായ് പറയുമ്പോഴേക്കും സിദ്ധാർത്ഥ ഡിസൈൻ ശ്രദ്ധിച്ച് എലിഗന്റ് ആയിട്ടുണ്ടെന്നും രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്തതാണോ എന്നും ചോദിക്കുക. താൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂവെന്നും നിധി 90% വർക്കും തീർത്തിട്ടുണ്ടായിരുന്നുവെന്നും ദിവ്യ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്തതാണെന്ന് നിധിയും പറയുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥ് നാളെ മോഹൻ പറഞ്ഞ ആ ക്ലയന്റ് വരുമെന്നും അവർക്ക് 3Dയിൽ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഹൗസിന്റെ ഡിസൈൻ റെഡി ആയോ എന്നും നിധിയോട് ചോദിക്കുന്നത്. അത് റെഡിയാണെന്ന് നിധിയും പറയുകയാണ്. അവരെ ഡിസപ്പോയിന്റഡ് ആക്കരുതെന്നും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന വിധത്തിലായിരിക്കണം ആ വർക്കെന്നും നിധിയാണ് ആ പ്രസന്റേഷൻ ചെയ്യേണ്ടതെന്നും ചെയ്യില്ലേ എന്നും സിദ്ധാർത്ഥ് ചോദിക്കെ സന്തോഷത്തോടെ അത് ചെയ്യാമെന്ന് നിധിയും സമ്മതിക്കുകയാണ്. ഇന്ന് ഈവനിങ്ങിൽ തന്നെ ആ പ്രസന്റേഷൻ തന്നെ ഒരു തവണ കാണിക്കണമെന്നും താനത് ചെക്ക് ചെയ്യാമെന്നും നാളെ രാവിലെ 11 മണിക്കാണ് അയാളോട് വരാൻ പറഞ്ഞിട്ടുള്ളതെന്നും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. സിദ്ധാർത്ഥ് പോയി കഴിയുമ്പോഴേക്കും നാളത്തെ പ്രസന്റേഷന്റെ കാര്യമോർത്തുള്ള ടെൻഷൻ നിധി ദിവ്യയുമായി പങ്കുവെക്കുകയാ. ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞ് ദിവ്യയോടെ ആശ്വസിപ്പിച്ച് കോഫി കുടിക്കാനായി പോവുകയാ. അപ്പോഴാണ് നിധിയുടെ മൊബൈലിലേക്ക് വക്കീലിന്റെ കോൾ വരുന്നത്. നാളെ അവർക്ക് ഹിയറിംഗ് ഉണ്ടെന്നും രാവിലെ 10 മണിക്ക് നിധിയും ഹസ്ബൻഡും കോർട്ടിലേക്ക് വരണമെന്നും അഡ്വക്കേറ്റ് പറയുകയാണ്. അപ്പോഴാണ് നാളെ രാവിലെ 11 മണിക്ക് പ്രസന്റേഷൻ ഉണ്ടെന്നും അത് മിസ്സാവാതെ നോക്കണമെന്നും സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യം നിധി ഓർമ്മിക്കുന്നത്. തനിക്ക് നാളെ വരാൻ പറ്റില്ലെന്നും ജോലിക്ക് ജോയിൻ ചെയ്ത് ആദ്യമായി ഒരു പ്രസന്റേഷൻ നടത്താൻ പോവുകയാണെന്നും നാളത്തെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും ഹിയറിംഗ് ഒന്നും മാറ്റിവെക്കാമോ എന്നും നിധി ചോദിക്കുകയാണ്. അത് തന്റെ ജൂനിയർ വക്കീലുമായി ഡിസ്കസ് ചെയ്ത് വേറൊരു ദിവസത്തേക്ക് ഡേറ്റ് മാറ്റിവെച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വക്കീൽ കോൾ വെക്കുകയാണ്. പിന്നീട് മഴ കാരണം എല്ലാവരും നേരത്തെ വീട്ടിലെത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അവർക്കെല്ലാം ചായ കൊണ്ടു കൊടുക്കുകയാണ്. സുധീഷ് നേരത്തെ വീട്ടിലെത്തിയതിനെ കുറിച്ച് എല്ലാവരും ചോദിക്കെ നിധി വീട്ടിൽ തനിച്ചായിരിക്കുമെന്നോർത്ത് ഒരു കമ്പനിക്ക് വേണ്ടി എത്തിയതാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അപ്പോഴേക്കും അവന് ചായ കൊണ്ടു കൊടുക്കുകയാണ്. താൻ നേരത്തെ വീട്ടിലെത്തുമെന്ന് എങ്ങനെ അറിയായിരുന്നുവെന്ന് നിധി ചോദിക്കുന്നുണ്ട്. നിധി ഒരു ഫ്രണ്ടിനുമായി വിളിച്ച് സംസാരിക്കുന്നത് താൻ കേട്ടെന്ന് സുധീഷ് പറയേ ഒളിച്ചു കേൾക്കുകയായിരുന്നു എന്ന് ചോദിച്ച് നിധി അവനോട് വഴക്കിടുകയാ. നികേഷ് ആ വഴക്കു തീർക്കാനായി ടോപ്പിക് മാറ്റുകയാ. ഉച്ചയ്ക്കുള്ള ഫുഡിൽ ഉപ്പ് കൂടിപ്പോയെന്ന് നികേഷ് പറയേ സുധീഷും ഹരീഷും നിധിയുമെല്ലാം ഉപ്പ് കൂടുതലായിരുന്നുവെന്ന് സമ്മതിക്കുകയാ. എല്ലാവരും അത് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്തേ സുഭാഷ് ഒന്നും പറയാതെ വിഷമത്തോടെ നോക്കി നിൽപ്പാ. കുറച്ച് ഉപ്പ് കൂടിപ്പോയതിന് സുഭാഷ് ഏട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ടെന്ന് നിധി പറയുമ്പോൾ എല്ലാവരും ചേർന്ന് നിധിയുടെ ലഞ്ച് ബോക്സ് പരിശോധിക്കുകയാ. അതിൽ ബാക്കി വന്ന ഫുഡ് കണ്ട് ഉപ്പ് കൂടിപ്പോയതിനാൽ കുറച്ച് കഴിച്ച് അടച്ചു വെച്ച് ഫ്രണ്ട്സിന്റെ ഫുഡ് ഷെയർ ചെയ്തതല്ലെന്ന് സുധീഷ് കണ്ടുപിടിക്കുക. അങ്ങോട്ട് കയറി വരുന്ന അച്ഛനോട് ഉച്ചയ്ക്കുള്ള ഫുഡിൽ ഉപ്പ് കൂടുതലായിരുന്നു എന്ന് സുഭാഷ് ചോദിക്കുകയാ. താൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ലെന്നും കടയിൽ നിന്നാണ് ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് അച്ഛനും പറയുകയാ. സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയ ഫുഡ് സുഭാഷ് ഏട്ടൻ കഴിച്ചില്ലേ? അപ്പോ കാര്യം അറിയാമായിരുന്നല്ലോ എന്ന് ഹരീഷൻ ചോദിക്കുക. സുഭാഷ് ഏട്ടൻ ഇപ്പോൾ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കൊണ്ടുപോകാറില്ലെന്നും ഉച്ചയ്ക്ക് കഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡാണെന്നും സുധീഷ് പറയുകയാ. അത് കേട്ട് സുഭാഷ് നാണത്തോടെ ചിരിക്കുമ്പോൾ അതുകൊണ്ടാണോ ഇവിടെ എങ്ങനെയെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ച് പോകുന്നതെന്ന് നികേഷും ചോദിക്കുകയാ. ഉപ്പ് കുപ്പിയിൽ പുതിയ സ്പൂണാണെന്നും അതുകൊണ്ട് അളവ് മാറിപ്പോയതാണെന്നും സുഭാഷും പറയുന്നുണ്ട്. എല്ലാം കേട്ടു നിൽക്കായിരുന്ന അച്ഛനും ആരാ നിനക്ക് ഫുഡ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കെ ഹിന്ദി മലയാളം സംഗമമാണ് അവിടെ നടക്കുന്നതെന്നും ചപ്പാത്തിയും ബാജിയും കഴിച്ച് സുഭാഷ് ഏട്ടൻ ബഹുത് അച്ഛ എന്ന് പറയുമെന്നും ഇനി നമുക്കും എവിടെയും ചപ്പാത്തി ഉണ്ടാക്കി തരുമെന്നും സുധീഷ് കളിയാക്കുകയാ. സുഭാഷിന്റെ സന്തോഷത്തോടുള്ള നിൽപ്പ് കണ്ട് ഇപ്പോഴവർ സംസാരിക്കാൻ തുടങ്ങിയതല്ലേയുള്ളൂ, ഇപ്പോഴേ കല്യാണ കാര്യം എടുത്തിടരുതെന്നും പോസിറ്റീവും നെഗറ്റീവും എല്ലാം അറിഞ്ഞ് ഒരു തീരുമാനം എടുക്കട്ടെ എന്നും പറയുന്നത് കേൾക്കെ സുഭാഷ് വീണ്ടും നാണത്തോടെ ചിരിക്കുകയാ. അവന്റെ പുഞ്ചിരിയോടുള്ള നിൽപ്പ് കണ്ട് ഇനി എന്ത് വേണം നിധി, ഇനി പ്രണയം കല്യാണത്തിലേക്ക് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അച്ഛനും ദേഷ്യത്തോടെ നീ ആ ഹിന്ദിക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നോ എന്ന് ചോദിക്കുകയാ. അതൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് നിധി പറയുമ്പോൾ പിന്നെന്താ അവളുടെ കാര്യം പറയുമ്പോ ഇവൻ ഇത്ര സന്തോഷം? അതൊന്നും ശരിയാവില്ല. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ താമസിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് അച്ഛൻ തീർത്തു പറയുകയാ. സുധീഷ് അച്ഛനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും അവൾ ഹിന്ദിക്കാരിയാണെന്നും അവൾ ഹിന്ദിയിൽ പറയുന്നത് സുഭാഷിന് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അവരുടെ രീതിയും നമ്മുടെ രീതിയും വേറെ വേറെയാണെന്നും അതുകൊണ്ട് ശരിയാവില്ലെന്നും അച്ഛനും പറയുകയാ. അത് കേട്ട് അച്ഛനെ വഴക്കു പറയുക. സുധീഷും ഹരീഷുമെല്ലാം ഞങ്ങളെല്ലാം സുഭാഷ് ഏട്ടന്റെ കൂടെ നിന്ന് അത് നടത്തിക്കൊടുക്കുമെന്നവർ വെല്ലുവിളിക്കെ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്, അതല്ല തീരുമാനമെങ്കിൽ നീ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അച്ഛൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, സുഭാഷ് ഏട്ടൻ ജോളിയായി ലവ് ചെയ്യാൻ തുടങ്ങിക്കോ എന്ന് സുധീഷ് പറയുന്നവർക്ക് സുഭാഷും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാ. ആ ചിരി കണ്ടോ എന്ന് പറഞ്ഞ് സുധീഷ് അവനെ കളിയാക്കുമ്പോഴേക്കും
മറ്റുള്ളവരും കൂടെ ചിരിക്കെ ഒന്ന് ചുമ്മാതിരിക്കടാന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാ. പിന്നീട് നിധി ഡൈനിങ് ഹാളിലിരുന്ന് ജോലി ചെയ്യുമ്പോഴാണ് ഹരീഷിനെ ഒരു കസ്റ്റമർ വിളിച്ച് 21-ാം തീയതി വണ്ടി കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. ഇന്ന് 20-ാം തീയതി അല്ലേ എന്നും വണ്ടിയുടെ സ്പെയർ പാർട്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും അത് വന്നാലുടനെ വണ്ടി റെഡിയാക്കി തരാമെന്ന് ഹരീഷും പറയുകയാണ്. അപ്പോഴാണ് 21-ാം തീയതി എന്ന ഡേറ്റ് കേട്ട് സുധീഷ് നിധിയുടെ അരികിലേക്ക് ചെന്ന് കോർട്ടിലേക്ക് പോകേണ്ടത് നാളെയല്ലേ, മറന്നു എന്ന് ചോദിക്കുന്നത്. നിധി അത് ഓർത്തെടുത്ത് പറയേ, അയ്യോ നിധിക്ക് ഓർമ്മയില്ലായിരുന്നു, ഇപ്പൊ എന്നോട് പോവാനായി പറയുമല്ലോ എന്നോർത്ത് സുധീഷും ചാടിക്കയറി, നാളെ എനിക്കൊരു ട്രിപ്പ് ഉണ്ട്, രാവിലെ തന്നെ പോണം, വരാൻ ചിലപ്പോൾ വൈകും, നാളെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയേ. താനും പോകുന്നില്ലെന്ന് നിധി പറയുന്നുണ്ട്. 21-ാം തീയതിയാണ് ഹിയറിംഗ് എന്ന് തനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്നും അഡ്വക്കേറ്റ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നതെന്നും നാളെ പ്രധാനപ്പെട്ട ഒരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യാനുണ്ടെന്നും ലീവ് എടുത്ത് കോർട്ടിലേക്ക് പോവാൻ കഴിയില്ലെന്നും അവൾ പറയുന്നത് കേൾക്കെ സുധീഷിനും സന്തോഷമാവുകയാ. പിന്നീട് ഹരീഷ് വീട്ടിലെത്തുമ്പോൾ നിധി ഹിയറിംഗിന് നാളെ കോർട്ടിൽ പോകുന്നില്ലെന്ന വാർത്ത സന്തോഷത്തോടു കൂടി ഹരീഷിനെ അറിയിക്കുകയാണ് സുധീഷ്. നിധിക്കിപ്പോൾ തന്നോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളുണ്ടെന്നും ഡിവോഴ്സ് വേണ്ടെന്ന് വെക്കാൻ സാധ്യതയുണ്ടെന്നും സുധീഷ് പറയുന്നതുകൾക്ക് അങ്ങനെ ഏട്ടത്തിക്കൊരു തോന്നലുണ്ടെങ്കിൽ സുധീഷ് ഏട്ടനായിട്ട് അത് നശിപ്പിക്കാതിരുന്നാൽ മതിയെന്ന് ഹരീഷ് പറയുമ്പോഴാണ് സുധീഷിന്റെ മൊബൈലിലേക്ക് ഗായത്രിയുടെ കോൾ വരുന്നത്. ഗായത്രിയുമായുള്ള അടുപ്പത്തെ ഹരീഷ് ചോദ്യം ചെയ്യുകയാ. നിധിയുടെ മനസ്സ് മാറ്റാനുള്ള തന്റെ ശ്രമമാണിതെന്ന് പറഞ്ഞ് സുധീഷ് ആ കോൾ അറ്റൻഡ് ചെയ്യവേ ഹരീഷും ഹാളിൽ തന്നെ അവനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പാം. ഗായത്രി തന്റെ കോളേജിലുണ്ടായ ഒരു കോമഡിയെല്ലാം സുധീഷിനോട് പറയുമ്പോൾ അവനതിൽ താല്പര്യമില്ലാതെ മനസ്സില്ലാ മനസ്സോടെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിധി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവളെ കാണുന്ന സുധീഷ് ആവേശത്തോടെ ഗായത്രിയോട് സംസാരിക്കുകയാ. അതുകൊണ്ട് നിധിയും ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയി ബോട്ടിലിൽ വെള്ളം എടുത്തുകൊണ്ട് റൂമിൽ കയറി ദേഷ്യത്തോടെ ഡോർ അടയ്ക്കുകയാ. അത് കണ്ട് സുധീഷും കോൾ വെച്ച് ഹരീഷിനോടായി ഗായത്രിയോട് താനെടുക്കുന്നത് നിധിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്നും അവളുടെ മനസ്സിൽ തന്നോട് ഇഷ്ടമുണ്ടെന്നും പറയുകയാ. രാത്രി ഫുഡെല്ലാം കഴിഞ്ഞ് സുഭാഷ് കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴാണ് ചാന്ദിനിയുടെ മെസ്സേജ് വരുന്നത്. ഭക്ഷണം കഴിച്ചോ എന്ന ആ മെസ്സേജിന് മറുപടിയായി കഴിച്ചു, ചാന്ദിനി കഴിച്ചോ എന്ന് സുഭാഷും വോയിസ് മെസ്സേജ് അയക്കുകയാ. പിന്നീട് മെസ്സേജ് കഴിഞ്ഞ് കോൾ ചെയ്തവർ പ്രണയത്തോടെ സംസാരിക്കുകയാ. നിധി അവിടെ ഹാളിലിരുന്ന് ലാപ്പിൽ തന്റെ ജോലി തീർക്കുകയാ. നിധിയെ ദേഷ്യം പിടിപ്പിക്കാനായി ഗായത്രിയുമായി മൊബൈലിൽ സംസാരിക്കുന്ന സുധീഷ് ഇടയ്ക്കിടെ അവളെ ശ്രദ്ധിക്കുന്നുമുണ്ട്. പുറത്തു പോയി വന്ന നികേഷ് നിധി വർക്കിലാണെന്ന് മനസ്സിലാക്കി അടുക്കളയിൽ സുഭാഷിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ പരിസരം പോലും മറന്ന് ചാന്ദിനിയുമായി കോളിലായിരുന്നു. നികേഷ് അവിടുന്ന് കുറച്ച് വെള്ളമെടുത്തു കുടിച്ച് തിരികെ റൂമിലേക്ക് എത്തുമ്പോൾ സുധീഷ് അവിടെ ഗായത്രിയുമായി കോളിലും. പിന്നീട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഹരീഷ് അവിടെ നീതുവുമായി കോളിലും. അവൻ നിധിയുടെ അരികിലേക്ക് ചെന്ന് തനിക്ക് സംസാരിക്കാൻ ആരുമില്ലെന്നും താനും ഉടനെ ഒരു ഗേൾഫ്രണ്ടിനെ സെറ്റാക്കുമെന്നും പറയവേ ഗേൾഫ്രണ്ട് ഉണ്ടാവുമ്പോഴുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിധി അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ഗായത്രിയുമായി സംസാരിക്കുന്നത് കണ്ട് ഏട്ടത്തിക്ക് വിഷമമില്ലെന്ന് നികേഷ് ചോദിക്കേ അങ്ങേർക്ക് ഇടിവിട്ടുകൊള്ളാൻ യോഗമുണ്ടെങ്കിൽ ഞാൻ തടസ്സം നിൽക്കാൻ പാടുണ്ടോ എന്നായിരുന്നു നിധിയുടെ മറുപടി. പിന്നീട് രാവിലെ ആവുമ്പോൾ നിധിയും നികേഷുമെല്ലാം പോവാൻ റെഡിയായി അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അവർക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാ. നിധി സുഭാഷ് ഏട്ടന്റെയും ലഞ്ച് ബോക്സ് എടുത്തു കൊടുക്കുമ്പോഴാണ് താൻ ഇനി മുതൽ ലഞ്ച് കൊണ്ടുപോകുന്നില്ലെന്നും തനിക്കുള്ളത് കൂടി ചാന്ദിനി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അവൻ നാണത്തോടെ പറയുന്നത്. അത് കേട്ട് നിധിയും നികേഷുമെല്ലാം അവനെ കളിയാക്കുന്നുമുണ്ട്. പിന്നീട് നിധിയും നികേഷും പോവാൻ റെഡിയായി ഇറങ്ങുമ്പോഴേക്കും സുധീഷിന്റെ കോഴിത്തരം സഹിക്കാനാവില്ലെന്നും അതുകൊണ്ട് താനിന്ന് സ്കൂട്ടിയിലാണ് പോകുന്നതെന്നും നികേഷിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാമെന്നും പറഞ്ഞ് അവർ സ്കൂട്ടിയിൽ ബസ് സ്റ്റോപ്പിലെത്തി നികേഷിനെ അവിടെ ഇറക്കുകയാ. ധാരാളം സമയമുള്ളതുകൊണ്ട് ബസ് വരുന്നതുവരെ നികേഷിനെ കൂട്ടു നിൽക്കാമെന്ന് നിധി സമ്മതിക്കുകയാ. ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ സുധീഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഗായത്രി. നികേഷിന്റെയും നിധിയുടെയും കൂടെ സുധീഷിനെ കാണാൻ അവൾ അവരുടെ അരികിലേക്ക് ചെന്ന് സുധീഷിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവരുടെ കൂടെ വന്നില്ലെന്നും എപ്പോഴാ വരുന്നതെന്ന് മൊബൈലിൽ വിളിച്ച് നോക്കാൻ പാടില്ലേ എന്നും നിധി ചോദിക്കുക. മൊബൈലിൽ വിളിച്ച് ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാണെന്നും നിധി ആരാ സുധീഷിന്റെ ചേച്ചിയാണോന്നും ഗായത്രി ചോദിക്കുക. അത് ഇഷ്ടമാകാതെ നിധി ദേഷ്യത്തോടെ താൻ സുധീഷിന്റെ അമ്മയാണെന്ന് പറയുകയാ. കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാനായി നികേഷ് സുധീഷ് ഏട്ടൻ എപ്പോ വരുമെന്ന് അറിയില്ലെന്നും വീട്ടിലുണ്ടെന്നും പറയേ ഗായത്രി ടെൻഷനോടെ അപ്പുറത്തേക്ക് മാറി നിൽപ്പാ. അപ്പോഴാണ് സുധീഷ് തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുന്നത്. നിധിയുടെയും നികേഷിന്റെയും ദേഷ്യത്തോടെയുള്ള നിൽപ്പ് ശ്രദ്ധിച്ച് അവരെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാനായി തന്നെ കണ്ടപ്പോഴുള്ള ഗായത്രിയുടെ സന്തോഷത്തെക്കുറിച്ചെല്ലാം സംസാരിച്ച് അവൻ ഗായത്രിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളുമായി കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുകയാ. അത് ഇഷ്ടമാകാതെ നിധി ദേഷ്യത്തോടെ തന്റെ സ്കൂട്ടി എടുത്ത് പോവുകയാ. ഓഫീസിൽ നിധിയും ദിവ്യയും കോഫി കുടിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് അവരുടെ അരികിലേക്ക് വന്ന് നിധിയുടെ പ്രസന്റേഷൻ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ് അവളെ കൺഗ്രാസ് ചെയ്ത് ആ വിജയം സെലിബ്രേറ്റ് ചെയ്യാനായി ഈവനിങ്ങിൽ തന്നോടൊപ്പം കോഫി കുടിക്കാനായി സിദ്ധാർത്ഥ് അവളെ ക്ഷണിക്കുകയാ. തനിക്ക് വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിധി സ്നേഹപൂർവ്വം ആ ഓഫർ നിരസിക്കുകയാ. സിദ്ധാർത്ഥ് അവിടുന്ന് പോകുമ്പോൾ സിദ്ധാർത്ഥിന്റെ നിധിയോടുള്ള പെരുമാറ്റത്തിൽ ചില പ്രത്യേകതകളുണ്ടെന്നും സിദ്ധാർത്ഥ് നിധിയെ സ്പെഷ്യലായാണ് കാണുന്നതെന്നും ദിവ്യ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ദിവ്യയുടെ തോന്നലാണെന്നും തനിക്ക് ജോബ് തീർക്കാനുണ്ടെന്നും പറഞ്ഞ് നിധി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ.
അവിടെ സുധീഷ് തന്റെ ടാക്സിയുമായി ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലെത്തുകയാ. ടാക്സിയുടെ AC കംപ്ലൈന്റ് ആണെന്നും താനൊരു ചായ കുടിച്ചു വരാമെന്നും പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഹരീഷ് അത് റെഡിയാക്കാനായി തുടങ്ങുമ്പോഴാണ് നീതു അങ്ങോട്ട് കയറി വരുന്നത്. താൻ വിളിച്ചിട്ടും ഹരീഷ് കോൾ എടുക്കാത്തതിനെ ചൊല്ലി നീതുവും ഹരീഷും തമ്മിൽ വഴക്കു നടക്കുകയാ. അങ്ങോട്ട് വരുന്ന സുധീഷ് അവരുടെ വഴക്കു കണ്ട് കാര്യം അന്വേഷിക്കുകയും ആ വഴക്ക് കോംപ്രമൈസ് ആക്കി ഹരീഷ് റെഡിയാക്കിയ തന്റെ വണ്ടിയുമായി പോവാൻ തുടങ്ങുമ്പോഴാണ് ഗായത്രിയുടെ കോൾ വരുന്നത്. തനിക്ക് സുധീഷിനെ കാണണമെന്ന് അവൾ പറയുന്നത് കേൾക്കെ അവള് നിരാശയാക്കേണ്ടെന്ന് കരുതി സുധീഷ് തന്റെ കാറും എടുത്ത് പോവുകയാ. കാറിൽ സുധീഷുമൊത്തുള്ള യാത്രക്കിടയിൽ ഗായത്രി തന്റെ ബർത്ത്ഡേക്ക് സുധീഷിനെ ക്ഷണിക്കുകയാണ്. അവൻ സന്തോഷപൂർവ്വം ബർത്ത്ഡേക്ക് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തിയ നിധി തന്റെ പ്രസന്റേഷൻ സൂപ്പർ ആയതിനെ തുടർന്ന് സിദ്ധാർത്ഥ് തനിക്ക് കോഫി ഓഫർ ചെയ്ത കാര്യം അറിയുമ്പോൾ സുധീഷ് അവളോട് സിദ്ധാർത്ഥ ആള് ശരിയല്ലെന്നും ആ ജോലി റിസൈൻ ചെയ്തേക്കുമെന്നും ഒക്കെ പറയേ നിധിക്ക് ദേഷ്യം വരികയാ. അതിഷ്ടമാകാതെ സുധീഷും ഗായത്രിയുടെ ബർത്ത്ഡേക്ക് തന്നെ വിളിച്ചിട്ടുണ്ടെന്നും സമയം കളയാനില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് റെഡിയായി ഒരുങ്ങി ഇറങ്ങുകയാ. അവൻ നിധിയോട് യാത്ര പറയുമ്പോൾ നിധി ദേഷ്യത്തോടെ റൂമിൽ കയറി ഡോർ അടയ്ക്കുകയാ. ബർത്ത്ഡേ സെലിബ്രേഷനിടെ ഗായത്രി തന്റെ ഫ്രണ്ട്സിനോട് തന്റെ ലവർ ആണെന്ന് പറഞ്ഞ് സുധീഷിനെ പരിചയപ്പെടുത്തുകയും അങ്ങനെ സുധീഷ് ആകെ പെട്ടുപോവുകയും സുധീഷ് മാരീഡ് ആണെന്ന് ഗായത്രി അറിയുന്നതും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ് തുടർന്നുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.